അതൊരു 15 ദിവസം വെയിലുള്ളുമ്പോ പറ്റും. നല്ല ചൂടല്ലേ, രാഷ്ട്രീയത്തിന്റെ ചൂടും പിന്നെ അന്തരീക്ഷത്തിന്റെ ചൂടും എല്ലാം. അയ്യോ, പിന്നെ പുതിയ ഒരു സ്ഥാനത്തേക്ക് കയറാൻ പോകുമ്പോ കുറച്ച് വെയിലും ഇതൊക്കെ കൊള്ളണ്ടേ? കയറാൻ പോകുമ്പോഴല്ല, കയറി കഴിഞ്ഞിട്ടാണ് കൊള്ളേണ്ടത്. അപ്പൊ പിന്നെ വേണ്ട. സ്വാമി, എല്ലാവരും പണം സമ്പാദിക്കും. സിനിമാ നടന്മാർ അതിന് പ്രേംനസീർ, കൊട്ടാരക്കര ആ കാലഘട്ടം തുടങ്ങി. അന്നത്തേക്ക് ഇതിലും കഠിനമാണ്. പക്ഷെ അന്ന് എത്ര അന്തരീക്ഷം രൂക്ഷമല്ല. അന്തരീക്ഷത്തിന്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. സൂര്യന്റെ വെളിച്ചം ആരെങ്കിലും ചോദ്യം ചെയ്യും? സിനിമാക്കാർ ചോദ്യം ചെയ്യും. സൂര്യന്റെ വെളിച്ചം പോരാ എന്ന് പറഞ്ഞിട്ട് റിഫ്ലക്ടർ ഇട്ട് അടിച്ച് കയറ്റും, കത്തി. ഞാൻ ആദ്യകാലത്തത് കൊണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ റിഫ്ലക്ടറൊന്നും ഇപ്പോൾ റിഫ്ലക്ടറൊന്നും ഇവിടെയില്ല. ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കുറേ ഒരു 10-15-20 വർഷമായിട്ട് റിഫ്ലക്ടർ കാണുന്നില്ല. പക്ഷേ ഈ ചൂട് വെയിൽ കൊണ്ടാണ് സിനിമാക്കാർ മുഴുവൻ, അത് ലൈറ്റ് എടുക്കുന്ന പിള്ളേരായാലും ചായ കൊടുക്കുന്ന പിള്ളേരായാലും വെയിലത്ത് മാത്രമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കിട്ടുകയാണ് ഞങ്ങൾ ഫുൾ ടൈം വെയിൽ കൊള്ളാം. കല്യാൺ സ്വാമിയാണ് പറയുന്നത് ഓർക്കണം. എന്റെ ഏറ്റവും വില കൂടിയ കാറ് 1,10,00,000. സ്വാമിക്ക് എത്ര കാറുണ്ട്? സ്വാമിക്കും കുടുംബത്തിനുമുള്ള കാറുകൾ മൊത്തം കൂട്ടിയിട്ടൊരു വില പറയാമോ? കാരണം അറിയോ? അല്ലല്ല, അത് 2 കാര്യമുണ്ട്. അല്ലല്ല, ഞങ്ങള് കാര്യമുണ്ട്. ഞങ്ങള് കച്ചവടക്കാർ ഷോ ആയിട്ട് നടക്കണം. ഞാനാകെ പടപട ലാഭം പറയുമ്പോ സ്വാമി നമ്മളെപ്പോഴും ദൈവത്തിനെ ഒന്ന് ഓർത്തേക്കണം. ദൈവത്തിന് കൃത്യ കണക്കറിയാൻ ലാഭം എത്രയാണ്. സിനിമ നടന്മാർക്ക് ലോണില്ല. ഞങ്ങളുടെ സങ്കടം വല്ലതും ഉണ്ടാ? ഞങ്ങൾക്ക് സിനിമ പിടിക്കാനും. ഇനി കാറിനുള്ള ഒരു ഗുണം പറയട്ടെ, നിങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിലും ഈ രാഷ്ട്രീയത്തിൽ വന്ന ഉപയോഗിക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് രാഷ്ട്രീയക്കാർ പിരിവായിട്ട് വരുമ്പോൾ ഞാൻ ഇതെന്താ വില നോക്കി, ഞാൻ പറയാം ഏതാ വണ്ടിച്ചോ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ പറയും സ്വാമിക്ക് എന്നോട് ഇത്ര ദേഷ്യമായിട്ടൊന്നും ഇല്ല. കേരളത്തിലത്തെ മലയാളികളോ അങ്ങനെയാണ്, വലിയ വണ്ടിയിൽ പോയാൽ തന്നെ വല്ല ഓട്ടുള്ളത് പോകും. എൻ്റെ മകളോ ഞാനോ ആഗ്രഹിച്ചതല്ല, സ്വാമിയുടെ തന്നെ ചേട്ടൻ്റെ മകനാണ്, രാജേഷാണ്. അവള് ഈ വെൽഫെയറിൽ പോലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കളിനൻ അയച്ചത്. അത് കല്യാണത്തിന്, അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും ശുഭമംഗളമായിട്ട് സമയമല്ലേ? അങ്ങനെയുള്ളു. അത് തന്നെ നാട്ടുകാർ വ്യാഖ്യാനിച്ചത്. ഞാൻ മരുമകന് വാങ്ങിച്ചു, എന്റെ കയ്യിലില്ല. ഞങ്ങൾ വിചാരിച്ചിരിക്കാൻ കേട്ടാ, ഞാൻ സ്വാമിയോട് ജലീൽ കേട്ടോ. അപ്പൊ ഇവിടുന്ന് കൊച്ചി വരെ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഗുരുവായൂരിന്ന് തൃശ്ശൂർ വന്ന് താമസിച്ചു ഒരു ദിവസം. അത് കഴിഞ്ഞ് ആ വണ്ടി വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൊണ്ടുവന്ന് കൊച്ചിയിലെ റിസപ്ഷന് കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി. എന്തുകൊണ്ടാണ് വിട്ടിട്ട് പോയതെന്നറിയുക? അവിടെ നിന്ന് റിലേ സ്റ്റിക്ക് വന്നു. ഭീമയുടെ ഗോവിന്ദൻ സാറാണ് പിന്നെ പുതിയ കളിനെ അവരുടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ രജിസ്ട്രേഷൻ ഇല്ലാത്ത ബോർഡ് കൂടെ കണ്ടപ്പോ നിശ്ചയിച്ച് 13 കോടി. പിന്നെ ഞാൻ ഈ ജന്മം എനിക്ക് നടക്കുന്നു. അതുകൊണ്ട് ലാഭം അവിടെയാണ് സ്വാമി നിൽക്കുന്നത്.